ഹായ് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തേത് ഒരു സാമ്പാർ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക്, അതേപോലെ സ്കൂളിലേക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി പൊടി സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ ഇങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അത്രയ്ക്കും ഈസിയുമാണ്, ടേസ്റ്റിയുമാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മളിതിലേക്ക് പരിപ്പൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുക്കർ എടുക്കുന്നു. കുക്കറിലേക്ക് ഏകദേശം കുറച്ച് പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് പരിപ്പ് എടുക്കുന്നു. ഒരു 3-4 ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ആ കുക്കറിൽ തന്നെ നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ്, ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് ഞാൻ കുറച്ച് ഉള്ളി, ഒരു സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഒരുപാട് കഷ്ണങ്ങൾ ഇടുന്നുണ്ടല്ലോ. പിന്നെ ഒരൊറ്റ ക്യാരറ്റ്, ഇതും കൂടി നമ്മൾ കുക്കറിലിടുന്നു. നമുക്കറിയാം ഉരുളക്കിഴങ്ങിനും ക്യാരറ്റിനൊക്കെ കുറച്ചധികം വേവുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പരിപ്പിൻ്റെ കൂടെ കുക്കറിലിട്ടത്. ഇതിലേക്ക് നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. വെള്ളമൊന്നും കുറച്ച് കൂടിയ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഉണ്ടാക്കുന്നത് സാമ്പാറാണല്ലോ. കുക്കറിൽ നമ്മൾ ഈ പരിപ്പൊക്കെ വേവുന്ന നേരം കൊണ്ട് നമുക്കൊന്ന് മസാലകളൊക്കെ ചൂടാക്കി എടുക്കാം. അതിലേക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് കേട്ടോ. ഇതൊരു പൊടി സാമ്പാറാണ്. നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നീട് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ കുറച്ച് കായപ്പൊടി കൂടി അതിലേക്ക് ചേർക്കുന്നു. എന്നിട്ടൊന്ന് നന്നാക്കി ചൂടാക്കണം. ഏകദേശം ചെറുതായിട്ടൊന്ന് കളറ് മാറുന്ന വരെ ചൂടാക്കണം. നമുക്കിത് വറുത്തരച്ച സാമ്പാറിൻ്റെ അതേ ടേസ്റ്റിലാണ് കിട്ടുക. അതിനുള്ളൊരു സൂപ്പർ ടിപ്പാണ് കേട്ടോ ഇത്. പൊടികൾ നമ്മൾ ചൂടാക്കി എടുക്കുന്നത് സിമ്മിലിട്ടിട്ടായിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. വളരെ ശ്രദ്ധിച്ചിട്ടാണ് പൊടികൾ ചൂടാക്കി എടുക്കേണ്ടത്. എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ സാമ്പാർ വയ്ക്കുന്ന പാത്രത്തിലേക്ക് തന്നെ കുറച്ച് മുരിങ്ങാക്കായ, കുറച്ച് വെണ്ടയ്ക്ക, അതോടൊപ്പം തന്നെ കുറച്ച് വഴുതന, കുറച്ച് തക്കാളി, ഓരോന്നോരോന്നും 2 വീതമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി കൂടി ചേർക്കുക. വീട്ടിൽ എന്ത് പച്ചക്കറിയാണോ ഉള്ളത് അത് ചേർത്താൽ മതി കേട്ടോ. പിന്നീട് അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് വേവിക്കാൻ വയ്ക്കുക. ഇത് നമ്മൾ കുക്കറിലിടാത്തത് ഈ പച്ചക്കറികളൊക്കെ ഒന്നായിട്ട് അലിഞ്ഞു പോകും, അതുകൊണ്ടാണ് കുക്കറിലിട്ടാൽ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾ ചേർക്കുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു. ഈ മുളക് പൊടിക്ക് നല്ല എരിവുള്ളതാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് 1 ടീസ്പൂൺ മതി. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. നമുക്കിതൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. 5 മിനിറ്റ് മതി ഈ പച്ചക്കറികൾ വേവാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് നമ്മൾ കുക്കറിലിടാത്തത്. നമ്മൾ ഇതൊന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് തന്നെ വെന്ത് കിട്ടും. നമ്മളുടെ പച്ചക്കറികളൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഒക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. നമ്മൾ കുക്കറിൽ വേവാൻ വെച്ചിരുന്ന പരിപ്പും സവാളയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുകൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോഴേക്കും നല്ല തിക്കായി തീരും നമ്മളുടെ സാമ്പാർ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ചേർത്തതിൻ്റെ ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഒന്ന് മിക്സ് ആവണം. നമ്മൾ ചെറു ചൂടിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ഇടുക കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഉപ്പ് ഓരോരുത്തരുടെയും പാകത്തിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കുറച്ച് ഉപയോഗിക്കുന്നവരും കൂടുതൽ ഉപയോഗിക്കുന്നവരും ഒക്കെ ഉണ്ട്. പിന്നീട് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അതുകൂടി ചേർത്ത് കൊടുക്കുക. വളരെ ഈസി സാമ്പാറാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ച് വരണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് പുളിവെള്ളം. നമ്മൾ ഓൾറെഡി തക്കാളി ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടി ചേർക്കുന്നു. എന്നിട്ടൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഇത്രയും എളുപ്പത്തിൽ സാമ്പാർ ഉണ്ടാക്കാൻ നമുക്ക് വേറെ എവിടെയും പറ്റില്ല കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്കൊന്ന് വറവിടണം കേട്ടോ. സാമ്പാറിൻ്റെ വറവാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് കേൾക്കാറില്ലേ, നമ്മളതിലേക്ക് ഒരു വറവ് കൂടി ഇടാനുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം.
എന്നിട്ട് നമുക്ക് വറവിടാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രം വയ്ക്കുന്നു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കടുക് കൂടി ചേർത്ത് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നു. വറ്റൽമുളക് കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് വറവായിട്ട് വരണം. പിന്നീട് അതിലേക്ക് വറ്റൽമുളക് ചേർത്തതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് കരിവേപ്പിലയാണ്. കരിവേപ്പില കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. എന്നിട്ട് നമ്മളുടെ വറവ് റെഡി ആയിട്ടുണ്ട്. ഈ വറവ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുക. സിമ്പിളായിട്ട് ഈസി ആയിട്ട് വറുത്തരച്ച പോലെയുള്ള അതേ സാമ്പാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. രാവിലെ ജോലിക്കൊക്കെ പോകുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്